റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് യോജിച്ചവ ചേർക്കാം എന്നാണ്. യോജിച്ചവ ചേർക്കാം. താഴെ 6 ചോദ്യങ്ങളുണ്ട്. 6 ഉത്തരങ്ങൾ ഇടത് സൈഡിലൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായ ഉത്തരങ്ങൾ എഴുതാനുള്ള സ്ഥലത്തേക്ക് എടുത്തെഴുതുക. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, ക്വസ്റ്റ്യൻ വായിക്കണം. പിന്നെ ഓപ്ഷൻസുകളൊക്കെ വായിച്ച് എല്ലാതും കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതാൻ തുടങ്ങുക. ആദ്യത്തെ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അപ്പം തന്നെ ആൻസർ എഴുതുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്താണ്, ചോദ്യങ്ങളൊക്കെ ഒന്ന് മുഴുവൻ വായിച്ച് ഉത്തരങ്ങളൊക്കെ കംപ്ലീറ്റ് വായിച്ചിട്ട് ഓരോന്നിനോടും ഏതൊക്കെയെന്ന് മനസ്സിലാക്കി മാത്രം എഴുതിയാൽ മതി. ഇവിടെ മുസ്തഅമൽ, പിന്നെ 14, 2 കുല്ലത്ത്, 9 മസ്ബൂക്ക്, തുമഅനീനത്ത്, ഇതൊക്കെയാണ് ഇവിടെ ഓപ്ഷനുകളായിട്ട് വന്നിട്ടുള്ളത്, ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഈ ചോദ്യം നോക്കുക. 1 അനക്കം അടങ്ങലാണ്. അനക്കം അടങ്ങൽ, അതിനെന്താ ഒരു പേരുണ്ടല്ലോ, എന്താ തുമഅനീനത്ത് എന്നാണ് പറയുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, തുമഅനീനത്ത് വേണ്ടത് എവിടേക്ക് എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. ഇവിടെ എന്താണ് ചോദ്യം? അനക്കം അടങ്ങലാണ്. എന്ത് എന്നല്ല, അതിനോട് യോജിപ്പിക്കുന്ന എഴുതാനാണ്. അപ്പോൾ തുമഅനീനത്താണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തത് വൈകി തുടർന്നവൻ. നിസ്കരിക്കുന്ന സമയത്ത് നേരം വൈകി വരുന്ന ആളുകൾക്ക് ഒരു പേരുണ്ട്. എന്താണ്? രണ്ടാമത്തതിൻ്റെ ആൻസർ ഇതാണ്, മസ്ബൂക്ക് എന്നാണ് അവർക്ക് പറയുക, മസ്ബൂക്ക്. അപ്പോൾ അത് അവിടെ എഴുതാം. മൂന്നാമത്തത് ഫാത്തിഹയിലെ ശബ്ദുകൾ ഒക്കെ നമ്മൾ വേറെയായിട്ട് പിന്നെ പഠിച്ചിട്ടുണ്ട്. എത്ര ശബ്ദങ്ങളുണ്ട് ഫാത്തിഹയിൽ? ഓപ്ഷനുകൾ നോക്കി നമുക്ക് കാണാം. 14 അതിൻ്റെ ആൻസർ. 14 ഫാത്തിഹയിലെ ശബ്ദുകൾ 14. പിന്നെ 4ാമത്തെ ചോദ്യം ഹൈല് ഉണ്ടാകാവുന്ന വയസ്സ്. ഹൈല് എത്ര വയസ്സ് മുതലുണ്ടാവാം എന്ന് നമ്മൾ പഠിച്ചത്. ഇവിടുത്തെ ആൻസർ ഉണ്ട്, 9 വയസ്സ് മുതലുണ്ടാകാം. അപ്പോൾ 9 എന്ന് എഴുതാം, 9. 5ാമത്തത് ഏകദേശം 200 ലിറ്റർ. ഏകദേശം 200 ലിറ്ററിനൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെത്രയാണ്? എന്താണത്? ഇതാണ് ആൻസർ, 2 കുല്ലത്ത്. 2 കുല്ലത്താണ് 200 ലിറ്റർ. അപ്പോൾ 1 കുല്ലത്ത് എന്ന് പറഞ്ഞാലോ 100 ലിറ്ററാണ്. 2 കുല്ലത്ത് 200 ആണെങ്കിൽ 1 കുല്ലത്ത് 100 ആണ്. അപ്പോൾ 2 ഏകദേശം 200 ലിറ്ററിനോട് യോജിക്കുന്ന ഉത്തരം 2 കുല്ലത്ത്. 6ാമത്തെ ചോദ്യം ഫർളിൽ ഉപയോഗിക്കപ്പെട്ട കുറഞ്ഞ വെള്ളം. ഫർളായ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ അതിനു വേണ്ടി എന്ത് ചെയ്തു? ഇപ്പോൾ ഉദാഹരണം ഉള്ളൂ എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ഫർളിൽ ഉപയോഗിക്കപ്പെട്ട കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേരാണ് എന്താണ് ഇനി ആൻസറിൽ ബാക്കിയുള്ളത്? മുസ്തഅമൽ. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ അങ്ങനെ യോജിപ്പിക്കാനാവുന്നു. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് മുസ്തഅമൽ എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിലോ അപ്പോൾ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട കുറഞ്ഞ വെള്ളം എന്ന് പറയാം. അതല്ലെങ്കിൽ വ്യക്തമാക്കാമെന്ന് പറഞ്ഞിട്ട് മുസ്തഅമൽ തരികയാണെങ്കിലും അതേ ആൻസർ തന്നെ എഴുതാം. ഇനി 2ാമത്തെ ആക്ടിവിറ്റി നോക്കാം. പൂർത്തിയാക്കാനാണ്. താഴെ 5 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ അവസാന ഭാഗം നമ്മൾ എഴുതിക്കൊണ്ട് പൂർത്തീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ 1ാമത്തത് മഅ്മൂം ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് ഡാഷ്. എന്താണ് അവിടെ? മുന്നിലാവാതിരിക്കൽ എന്നാണ് ചേർക്കേണ്ടത്. മഅ്മൂം ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്നിലാവാതിരിക്കൽ. അപ്പോൾ മുന്നിലാവാതിരിക്കൽ എന്ന് എഴുതാം. അപ്പോൾ അത് കംപ്ലീറ്റായി. 2ാമത്തത് തക്ബീറിലെ അക്ഷരങ്ങൾ മഖ്റജ് ശ്രദ്ധിച്ച്, തക്ബീറൊക്കെ ചൊല്ലുന്ന സമയത്ത് ഇതിലെ അക്ഷരങ്ങൾ മഖ്റജ് ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. ഉച്ചരിക്കേണ്ടതാണ്.
അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ തക്ബീറിലെ അക്ഷരങ്ങൾ മഖ്റജ് ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതാണ് എന്നാവും. മൂന്നാമത്തത് വുളൂഇനും കുളിക്കും പകരം വുളൂഇനും കുളിക്കും, വുളൂ എടുക്കാനും കുളിക്കും അതിനൊക്കെ പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തയമ്മും ചെയ്യണം എന്നാണ്. വുളൂഇനും കുളിക്കും പകരം തയമ്മും ചെയ്യണം. അപ്പം അങ്ങനെ ഇതാ. നാലാമത്തത് വുളൂ മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും, വുളൂ മുറിയുന്ന വല്ല കാര്യങ്ങളും ഉണ്ടായാൽ തയമ്മും എന്ത് ചെയ്യും? ബാത്തിലാവും അല്ലെങ്കിൽ ബാത്തിലാകും എന്നൊക്കെ ഇതാം. അഞ്ചാമത്തത് ഓരോ റക്അത്തുകളിലും ഓരോ വട്ടം ചെയ്യുന്നൊരു സംഭവം എന്താണ്? സുജൂദാണല്ലേ. ഓരോ റക്അത്തുകളിലും 2 സുജൂദ് ചെയ്യണം എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അത് കംപ്ലീറ്റായി. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? വിധി എഴുതാം എന്നാണ്. വിധി ഇതൊക്കെ അധികം പരീക്ഷയ്ക്കും വരാറൊക്കെ ഉള്ളതാണ്. എന്താണ് വിധി എഴുതേണ്ടത്? അതിൽ ഒന്നാമത്തേത് പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ ശൗചം ചെയ്യൽ. പുറപ്പെടുന്ന വസ്തു നമ്മൾ കാഷ്ടിക്കും മൂത്രികയൊക്കെ ചെയ്യുന്ന സമയത്ത് പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ ശൗചം ചെയ്യൽ എന്താണ്? കറാഹത്താണ് എന്നാണ്. അപ്പോൾ വിധി എഴുതാനുള്ളത് കൊണ്ട് കറാഹത്ത് എന്ന് എഴുതിയാൽ മതി, പൂർത്തിയാക്കാനല്ലല്ലോ. അപ്പോൾ കറാഹത്ത് എന്ന് എഴുതാം. രണ്ടാമത്തത് ബാങ്ക് വിളിക്കാൻ വുളൂ ചെയ്യൽ. ബാങ്ക് കൊടുക്കാൻ നിസ്കരിക്കാൻ വുളൂ ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ ബാങ്ക് കൊടുക്കാൻ വുളൂ ചെയ്യൽ എന്തുള്ളൂ? സുന്നത്ത് ഉള്ളൂ. അപ്പോൾ സുന്നത്ത് എന്ന് എഴുതാം. മൂന്നാമത്തത് നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതൽ. ഇവിടുത്തെ ചോദ്യം എന്താ? നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതലാണല്ലേ. നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതൽ അത് ഫർളാണ്. അപ്പോൾ ഫർള് എന്ന ഇതായിരിക്കും ബെറ്റർ. റുക്ൻ എന്ന് എഴുതലും കുഴപ്പമൊന്നുമില്ല, ഏറ്റവും ബെറ്റർ ഫർള് എന്ന് എഴുതലാണ്. നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതൽ എന്താണ്? ഫർളാണ്. നാലാമത്തത് നിഫാസുള്ളവൾ സുജൂദ് ചെയ്യൽ. നിഫാസുള്ള ഒരു പെണ്ണ് സുജൂദ് ചെയ്യൽ എന്താണ്? ഹറാമാണ് അല്ലേ. നിഫാസുള്ളവൾക്ക് വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ ഹറാമാകും, ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ ഓൾറെഡി ഹറാമാകും. അപ്പോൾ അതിൽ പെട്ടതാണ് എന്ത്? സുജൂദൊക്കെ. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യം തന്നെയാണ് സുജൂദ് ചെയ്യുക. അപ്പോൾ നിഫാസുള്ളവളാണെങ്കിൽ സുജൂദ് ചെയ്യലും ഹറാം തന്നെയാണ്. നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, വിത്ർ നിസ്കാരത്തിൻ്റെ സമയം ഏതാകുന്നു? വിത്ർ നിസ്കാരത്തിൻ്റെ സമയം, അതിൻ്റെ സമയം ഏതാ? ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ് വിത്ർ നിസ്കാരത്തിൻ്റെ സമയം. വിത്ർ നിസ്കാരത്തിൻ്റെ സമയം ഏതാണ്? ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെ. ഇശാ മുതൽ ഫജ്ർ വരെ എന്ന് എഴുതിയാൽ പോരാ, ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെ എന്ന് തന്നെ എഴുതണം. 2, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം വേണ്ടത് എവിടെയെല്ലാം. അതേ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, തവറുക്കിൻ്റെത് വന്നപ്പോൾ പറഞ്ഞിരുന്നു. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എവിടേക്കാണ് വേണ്ടത്? അവസാനത്തെ അത്തഹിയ്യാത്തിലുണ്ടല്ലോ ഒരു ഇരുത്തം, അത് തവറുക്ക നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഇരുത്തമല്ലാത്ത എല്ലാ നൃത്തത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് വേണ്ടത്. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ എഴുതാം. അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഒഴികെ എല്ലാ ഇരുത്തത്തിൽ, അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇരുത്തം തവറുക്കാണ്. അതല്ലാത്ത എല്ലാ ഇരുത്തും നിസ്കാരത്തിലെ ഇരുത്തങ്ങളൊക്കെ ഏതാണ്? ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് വേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, തയമ്മുമിൻ്റെ നിയ്യത്ത് എഴുതുക. തയമ്മുമിൻ്റെ നിയ്യത്തിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. ഫർള് നിസ്കാരത്തെ എന്നുള്ളത് നിർബന്ധമായിട്ടും കൊടുക്കണം. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. ഇനി നാലാമത്തത്, ശവത്തിൻ്റെ തോൽ എങ്ങനെ ശുദ്ധിയാക്കാം? ശവത്തിൻ്റെ തോല് നമ്മൾ നേരത്തെ ലഹരി ദ്രാവങ്ങളാണ് പറഞ്ഞത്. ഇവിടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ശവത്തിൻ്റെ തോല് എങ്ങനെ ശുദ്ധിയാക്കാം? അത് ഊറക്കിടൽ കൊണ്ടാണ് ശുദ്ധിയാവുക. അപ്പോൾ ഊറക്കിടൽ കൊണ്ട് എന്നെഴുതാം. അപ്പോൾ അത് കംപ്ലീറ്റായി. അഞ്ചാമത്തത്, ചുരുങ്ങിയ ജമാഅത്ത് ഉണ്ടാവാൻ ആരെല്ലാം വേണം? ജമാഅത്തിന് നല്ല പ്രതിഫലമൊക്കെ ഉണ്ട്. അതിൽ ചുരുങ്ങിയ ജമാഅത്തും കൂടിയ ജമാഅത്തൊക്കെ ഉണ്ട്. ചുരുങ്ങിയ ജമാഅത്ത് ഉണ്ടാവാൻ എത്ര ആൾ വേണം? ആരൊക്കെ വേണ്ടത്? പ്രത്യേകിച്ച് ആരും വേണ്ട. ഒരു ഇമാമും ഒരു മഅ്മൂമും മതി. നിർബന്ധം അത്രേ ഉള്ളൂ എന്നർത്ഥം. ഒരു ഇമാമും ഒരു മഅ്മൂമും അങ്ങനെ എഴുതാം. ചുരുങ്ങിയ ജമാഅത്ത് ഉണ്ടാവാൻ ആരെല്ലാം വേണം? ഒരു ഇമാമും ഒരു മഅ്മൂമും. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി, 2 വീതം എഴുതാം. 2 ഉത്തരങ്ങൾ എഴുതി കൊടുക്കണം.
ഇനിയിപ്പോൾ 2 അറിയില്ല, നിങ്ങൾക്ക് ആകെ 1 അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ 1 എഴുതിയാൽ മതി, അപ്പോൾ അതിനുള്ള മാർക്ക് കിട്ടും. അതിലൊന്നാമത്തെ ചോദ്യം, ജുമുഅ ദിവസം പാലിക്കേണ്ട സുന്നത്തുകൾ. ജുമുഅ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ കുറേ ഉണ്ട്, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. എന്തൊക്കെ? അത് 17ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, സ്വലാത്തുൽ ജുമുഅ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ജുമുഅ ദിവസം പാലിക്കേണ്ട ചില സുന്നത്തുകൾ എന്ന് പറഞ്ഞിട്ട്, നഖം മുറിക്കുക, കുളിക്കുക, വെള്ളവസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, പിന്നെ നേരത്തെ പോവുക, സൂറത്തുൽ കഹ്ഫ് ഓതുക, നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഏതോ എഴുതാം. അപ്പോൾ ജുമുഅ ദിവസം പാലിക്കേണ്ട സുന്നത്തുകൾ നഖം മുറിക്കലും കുളിക്കലുമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതോ എഴുതാം പരീക്ഷയ്ക്ക് വന്നാൽ. രണ്ടാമത്തെ ചോദ്യം, നിയ്യത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ. നിയ്യത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ, നമ്മൾ മറ്റൊരു വീഡിയോയിൽ നിയ്യത്തിൽ സുന്നത്തായ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇവിടെ നിയ്യത്തിൽ നിർബന്ധമായ കാര്യങ്ങളാണ്. ഏതൊക്കെയാണത്? 1, ഞാൻ നിസ്കരിക്കുന്നു. അതതിൽ ഒരു നിയ്യത്തിൽ നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ്. ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയണം. പിന്നെ ഇന്ന നിസ്കാരമാണ്, അത് നിർബന്ധമാണ്. ഇന്ന നിസ്കാരം എന്ന് പറഞ്ഞാൽ ളുഹറാണെങ്കിൽ ളുഹർ, അസറാണെങ്കിൽ അസർ, മഗ്രിബാണെങ്കിൽ മഗ്രിബ്, അങ്ങനെ ഏതാണോ നിസ്കാരം അതിൻ്റെ പേര് പറയാം. അതാണ് ഇന്ന നിസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരം, അങ്ങനെ 2 കാര്യങ്ങളായി. ഇനി മൂന്നാമത്തേത്, ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങളാണ് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, ഈ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 7ാമത്തെ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. അതൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് അവിടെ പറയുന്നുണ്ട്, നിസ്കാരം, തവാഫ്, മുസ്ഹഫ് തൊടൽ, ചുമക്കൽ. 2ഉം ഒന്നാണ്, വെവ്വേറെ എഴുതരുത്. പിന്നെ ജുമുഅയുടെ ഖുതുബ, സുജൂദ്, ഇങ്ങനെ 5 കാര്യങ്ങളാണ്. അപ്പം ഞാനവിടെ ഏറ്റവും എളുപ്പമുള്ളത് ഞാനിവിടെ ഇതാണ്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ നിസ്കാരം, അതേപോലെ തവാഫ്, മുസ്ഹഫ് തൊടൽ, ചുമക്കൽ, ജുമുഅയുടെ ഖുതുബ, സുജൂദ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ നിസ്കാരം തവാഫാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. 4ാമത്തത്, വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ. വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ എന്തിനൊക്കെ? വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വുളൂവിൻ്റെ സുന്നത്തുകൾ എഴുതിക്കരുത്. ഏതൊക്കെ കാര്യങ്ങൾക്ക് വുളൂ എടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ് ചോദ്യം. വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ പിന്നെ പേജ് നമ്പർ 16ൻ്റെ ഏറ്റവും ലാസ്റ്റ്, അഥവാ 5ാമത്തെ പാഠത്തിലെ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് വുളൂ സുന്നത്തുള്ള ചില കാര്യങ്ങൾ എന്ന് കൊടുത്തിട്ട്. ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക, ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ 2 എഴുതിയിട്ടുള്ളത്. ഒന്ന് ഖുർആൻ ഓതുക എന്നുള്ളതും പിന്നെ ബാങ്ക് വിളിക്കുക എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി 6ാമത്തത്, വ്യക്തമാക്കാം. താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കിയാൽ മതി. അതിലൊന്നാമത്തെ എന്താണ്? മസ്ബൂക്ക്. ആരാണ് മസ്ബൂക്ക്? ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ. ഇപ്പോൾ ചുരുക്കിയിട്ട് അങ്ങനെ എഴുതാം. അപ്പോൾ മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ. ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ എന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ റുക്കോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും സിമ്പിളാണ്. റുക്കോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്കോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്കോയ് 2 ഉള്ളൻ കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയൽ, അതാണ് റുക്കോയ്. എന്താ? 2 ഉള്ളൻ കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയൽ, അത്ര എഴുതിയാൽ മതി, അതാണ് റുക്കോയ്. 3 അർക്കാനുസ്വല. അർക്കാനുസ്വല എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരത്തിൻ്റെ റുക്കനുകൾ എന്ന് എഴുതിച്ച പോരാ, അതിൻ്റെ ഡെഫിനിഷനാണ് എഴുതേണ്ടത്. ഫർള് നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സ്വഹീഹാവാത്തതുമായ കാര്യങ്ങൾ, ഇതാണ് അർക്കാനുസ്വല. അപ്പോൾ അർക്കാനുസ്വല എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സ്വഹീഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനുസ്വല. ഇനി ഷുറൂത്തുസ്വല ആണെങ്കിലോ, ഫർള് നിസ്കാരത്തിൽ പെട്ടതും എന്നുള്ളത് പെടാത്തതും എന്നാക്കിയാൽ മതി. അതില്ലാതെ നിസ്കാരം സ്വഹീഹാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. അപ്പോൾ അതാണ് ഷർത്തും ഫർളും തമ്മിലുള്ള വ്യത്യാസം നിർവചനത്തിലുള്ളത്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി 7ാമത്തത് എന്താണ്? പൂരിപ്പിക്കാം. ഒരു ചോദ്യം തന്നെ ഉള്ളൂ ഇവിടെ. ഇതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഏതൊക്കെയാണ്? അതിലൊന്നാമത്തത് ഇവിടെ 2 കൊടുത്തിരിക്കുന്നത്. 1
اللهم لا مانع لما داش ولا معطي لما داش ولا راد لما داش ولا مبدل لما داش ولا ينفع ذا الجد منك الجد എന്നാണ്. എന്താണ് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റിൽ പെട്ടതാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത അതാണ് ഇവിടെ ചേർക്കേണ്ടത്. പിന്നെ വലാ റാദ്ദ ലിമാ ഖളൈത അതാണ് അതിൻ്റെ അപ്പുറത്ത് ചേർക്കേണ്ടത്. അപ്പോൾ എന്തായി? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. ഇനി ബാക്കി എന്താ? വലാ മുബദ്ദില ലിമാ ഹകംത എന്നാണ് ഇവിടെ വേണ്ടത്. ഹകംത പിന്നെ വലാ യൻഫദുൽ ജദ്ദി മിൻകൽ ജദ്ദ്. അപ്പോൾ അങ്ങനെ അത് പൂരിപ്പിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.